ജയശങ്കർ, ഈ മോഹൻലാൽ ഈ ദുരന്ത സ്ഥലത്ത് പട്ടാള വേഷത്തിൽ പോയത് ഇപ്പം ഇന്ന് പോയല്ലോ, എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു സൈബർ ആക്രമണം മോഹൻലാലിനെതിരെ വരുന്നത്? മോഹൻലാൽ ഒരു ലഫ്റ്റനന്റ് കേണലാണ്, അദ്ദേഹം ആ പട്ടാള വേഷം ധരിച്ചെത്തിയതിന് പട്ടി ഷോ. സത്യത്തിൽ മോഹൻലാലിന് എങ്ങനെയാണ് ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയതെന്ന് അറിയാത്തവരോ അതല്ല എങ്കിൽ ഈ ദുരന്ത സ്ഥലത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മഹാനടൻ പോയാൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ, അതിനെക്കുറിച്ച് ബോധമില്ലാത്തവരോ ആണ് എന്ന് തന്നെയല്ലേ പറയണേ? തീർച്ചയായിട്ടും. എനിക്ക് മാർലി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ പ്രധാനമായിട്ടും ഒരു ആ വാക്ക് തന്നെ ഒരു പട്ടി ഷോ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ അതൊരു സിനിമാറ്റിക് പരിവേഷമോ കാര്യങ്ങളൊന്നും അല്ല. അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതിയിലല്ല അവിടെ പോയതെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ലഫ്റ്റനൻറ്റ് കേണൽ എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്? ഈ ദുരിതബാധ പ്രദേശത്ത് അദ്ദേഹം എന്തിനു പോയി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ലഫ്റ്റനൻറ്റ് കേണൽ ആയിട്ടുള്ള ഈ ഒരു 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസിൻ്റെ സൈനിക യൂണിറ്റിൻ്റെയാണ് അതിന് നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അദ്ദേഹത്തിന് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഒരേപോലെ ചിരിയും ചെറിയൊരു വിഷമം വരുന്നുണ്ട്, ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ മോഹൻലാൽ ഒരു 3 കോടി രൂപയോളം പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CMDRFലും ഒരു 25 ലക്ഷത്തോളം കൊടുത്തു അല്ലേ? അതെ, അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ, അതായത് ഈ വിശ്വശാന്തി എന്നുള്ള ഫൗണ്ടേഷൻ വഴി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു ഫൗണ്ടേഷനാണ്. അതുവഴി പറഞ്ഞതുപോലെ 3 കോടി രൂപ കൊടുക്കുകയും അദ്ദേഹം മോഹൻലാൽ എന്ന വ്യക്തി എന്ന നിലയിൽ 25 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. നമ്മൾ ആ സ്കൂളിൻ്റെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ടു. അതെ, അദ്ദേഹം അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെള്ളാരി വല ഇപ്പോൾ മുഴുവനും മുണ്ടക്കയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സ്കൂള് അദ്ദേഹം പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇതൊന്നും ചെയ്യാത്തവരാണ് വീട്ടിലിരുന്ന് ഭയങ്കര കമന്റുകൾ എന്നുള്ളതാണ്. മാത്രമല്ല ചിലർ പറയുന്നത് മോഹൻലാലിന് എന്തിനാണ് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത്? ഒരു അതായത് ഈ ചിലരെങ്കിലും വിചാരിക്കുന്നത് ഇപ്പോൾ മോദി ഭരണമാണല്ലോ, അപ്പോൾ മോഹൻലാലിനെ സംഘി എന്ന പരിമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പേരുമുണ്ട്, കുറച്ച് വിദഗ്ധരുണ്ട്. അപ്പോൾ ഈ വിദഗ്ധർ വിചാരിക്കുന്നത് എന്തോ ഈ NDA ഗവൺമെൻറ് മോഹൻലാലിന് കൊടുത്ത ഒരു പദവിയാണ്. അങ്ങനെയല്ല ഇത്. 2009 നമ്മുടെ എന്തുകൊണ്ട് മോഹൻലാലിന് ഇത്തരത്തിലുള്ളൊരു പദവി കൊടുത്തു എന്നുള്ളത് വലിയൊരു പലർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു 2006 ആദ്യമായി മേജർ രവി അല്ലേ സംവിധാനം ചെയ്യുന്ന നമ്മുടെ കീർത്തി ചക്ര എന്നുള്ള ഒരു പട്ടാള ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ, ഇതിന് ഒരു സീരീസ് എന്ന് തന്നെ പറയാം അല്ലെ. കുറെ സിനിമകൾ അതിനെ തുടർന്ന് വന്നു. കീർത്തി ചക്ര, അതിന് കാണ്ഡഹാർ, കുരുക്ഷേത്ര, വേറെ അല്ലാതെ 1971 എന്ന് പറഞ്ഞിട്ട് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറേ സിനിമകളിൽ വളരെ വലിയ രീതിയിൽ ട്രെയിനിങ് നേടി അല്ലേ, വളരെ വലിയ രീതിയിൽ ട്രെയിനിങ് നേടി ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണ് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് അത്തരത്തിൽ തന്നെയുള്ളൊരു ട്രെയിനിങ് നേടി സിനിമകളിൽ അഭിനയിച്ചു എന്നതിനപ്പുറത്തിൽ ജീവിച്ചു. അത് മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും നമുക്കറിയാം. അപ്പോൾ ജീവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് രാജ്യം നൽകുന്ന ഒരു ആദരവ് എന്നുള്ളതിലല്ല, സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ യുവാക്കളെ പട്ടാളത്തിലേക്ക് ആകർഷിക്കുക, അതായത് ചേരുവാനായിട്ടൊരു ഇത് നൽകുക, അതാണ് പ്രചോദനം നൽകുക, പ്രോത്സാഹനം നൽകുക എന്നുള്ള രീതിയിലാണ് ഒരു സിനിമാ നടൻ അവർ യൂത്തിൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ആരാധനാ പുരുഷനായ ഒരു വ്യക്തിയെ എന്താക്കി മാറ്റുന്നത്. ഒരു ലഫ്റ്റനന്റ് കേണൽ എന്നുള്ളൊരു പദവി കൊടുക്കുന്നത് മറ്റേ ഒരു കപിൽ ദേവിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ അത്തരത്തിലുള്ള ഒരു യുവാക്കളെ ആകർഷിക്കുക, നമ്മുടെ സൈന്യത്തിലിട്ട് ആകർഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അത് ആരാണ് കൊടുത്തത്? UPA ഗവൺമെൻറ്റാണ്. 2009 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ് കൊടുത്തത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളൊക്കെ 2011 ഉണ്ടാകുന്നു. പക്ഷേ പലരും വിചാരിച്ചിരിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ പദവി എന്നുള്ളതിന് മോഹൻലാൽ എന്ന വ്യക്തിക്ക് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു പദവി അലങ്കരിക്കുമ്പോൾ തന്നെ അതിന്റെ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, കൃത്യമായ ഇടവേളകളിൽ അതിന്റെ പരിശീലനത്തിന് പോകേണ്ടതുണ്ട് എന്നുള്ള പല കാര്യങ്ങളുണ്ട്. മാർലി പറഞ്ഞതുപോലെ തന്നെ അതിനോടൊപ്പം കൂട്ടിവയ്ക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സൈനികരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിലും അതിൽ കൂടുതലായിട്ട് ഇടപെടാനും ഒക്കെ അദ്ദേഹം കാണിച്ച ഒരു ആത്മാർത്ഥത കൂടെ പരിഗണിച്ചുകൊണ്ട് സൈന്യത്തിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു ക്ഷേമ പ്രവർത്തനങ്ങളിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വഴിയൊക്കെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മാർലി പറഞ്ഞ പോലെ UPA ഗവൺമെൻറ് അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ ഒരു ഓണററി ബഹുമതിയാണ്, ഒരു ബഹുമതിയായിട്ട് നൽകുന്ന ഒരു പദവിയാണ്. അതും പട്ടാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കുകൾ ഒന്ന് തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കേണലിന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു കേണലിന് താഴെയും ഒരു മേജറിന് മുകളിലുമുള്ള ഒരു പട്ടാള ഓഫീസർ റാങ്കാണ് എന്നുള്ളതാണ്. അത് നിസ്സാര കാര്യമല്ല, അദ്ദേഹം വെറുതെ നേടിയെടുത്തതുമല്ല. അത്രയും സിനിമകളിലൂടെ ഈ പറഞ്ഞതുപോലെ വളരെ പ്രയത്നിച്ചുകൊണ്ട് കൃത്യമായ ട്രെയിനിങ് എടുത്തുകൊണ്ട് ഒരു പട്ടാളക്കാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ആവാഹിച്ചുകൊണ്ട് നടത്തിയ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ന് ദുരന്ത ഭൂമിയിൽ, ഈ വയനാട് എന്ന് പറയുന്ന ദുരന്ത ഭൂമിയിൽ
അദ്ദേഹത്തിന്റെ ജയശങ്കർ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഉൾപ്പെടുന്ന ബറ്റാലിയൻ, അദ്ദേഹം ഉൾപ്പെടുന്ന സൈനിക യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അല്ലെ. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം, ആരും പറയില്ല. ചില സൈബർ ആക്രമണങ്ങൾ വരും, നിങ്ങൾ അന്ന് ചോദിക്കുമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല, ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പോയില്ല എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പോകേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ യൂണിഫോം ധരിച്ച് തന്നെ പോകേണ്ടത് ഉത്തരവാദിത്തമാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു കടമയാണ്. അവിടെ ചെന്ന് ചില അവസരങ്ങളിൽ മാത്രമല്ലേ മോഹൻലാലിന് ഈ ഒരു യൂണിഫോം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഔദ്യോഗികമായ ഒരു വിസിറ്റ് കൂടിയാണ് അതെന്നാണ് പറയേണ്ടത്. നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സൈനിക യൂണിഫോമിൽ പോയി എന്നുള്ളതാണ് വലിയ ചോദ്യം. അതെന്താണ് പട്ടി ഷോയോ? ഇവർ എനിക്ക് തോന്നുന്നു ഒട്ടും ഈ ഇതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്ത ആൾക്കാര് സിനിമ സ്റ്റൈലിൽ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഏതോ ഒരു അഭിനയത്തിനുള്ള ഒരു യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി എന്നതിനപ്പുറത്തേക്ക് ഇത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മോഹൻലാൽ ഔദ്യോഗികമായി തന്നെ മോഹൻലാലിന് നമ്മുടെ രാജ്യം നൽകിയ അല്ലേ, നമ്മുടെ രാജ്യം ഔദ്യോഗികമായി അത് BJP ഗവൺമെൻറ് നൽകിയല്ല, UPA ഗവൺമെൻറ് നമ്മുടെ മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് 2001 നൽകിയ ഔദ്യോഗിക ബഹുമതി എന്ന് വേണേൽ പറയാം. അത്തരത്തിൽ ഒരു യൂണിഫോമാണ് മോഹൻലാൽ ഇട്ടിരുന്നത്. അതൊരിക്കലും വെറുതെ ഒരു വേഷം കെട്ടലല്ല, ഒരു പട്ടിഷോയല്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ് അല്ലേ, ശ്രീ മോഹൻലാലിന്റെ കടമയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റ് ഒരാൾക്കാരെ വിശിഷ്ട വ്യക്തികളെ, ഇത്തരത്തിലുള്ള രാജ്യം ആദരിച്ച വ്യക്തികളെ കൂടി എന്ന് പറയുകയാണെങ്കിൽ മാർലി പറഞ്ഞ പോലെ തന്നെ കപിൽ ദേവ് ഉണ്ട്, MS ധോണി ഉണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് വേണ്ടി വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ അഭിനവ് ബിന്ദ്ര സ്പോർട്സ് ഷൂട്ടറാണ്. എനിക്കറിയില്ലായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ലെഫ്റ്റനന്റ് കേണൽ അല്ല, അദ്ദേഹം എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് കമാൻഡറാണ്. ആദ്യമായിട്ട് ഒരു കായിക താരം അങ്ങനെ ബഹുമതി നേടിയെടുക്കുന്നത് ആദ്യമായിട്ടാണ്. കപിൽ ദേവിന് ശേഷം എനിക്ക് തോന്നുന്നു രണ്ടാമത് നേടിയ നമ്മുടെ മോഹൻലാൽ ആണ്, മൂന്നാമതാണ് ധോനി വന്നിരിക്കുന്നത് അല്ലേ. അതെ, അങ്ങനെയാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇവരാരും പറഞ്ഞതുപോലെ വെറുതെ ഇത് നേടിയെടുത്തതല്ല, അവർ നടത്തിയ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് നമ്മുടെ രാജ്യം നൽകിയ ഒരു ആദരവാണ്. അതിനെ മഹത്തരമായ ഒരു കാര്യത്തിനെ ഒരിക്കലും അവമതിച്ച് കാണരുതെന്നുള്ളതാണ്. ഈ അഭിനന്ദിച്ചില്ലെങ്കിലും ഇങ്ങനത്തുള്ള വേളകളിൽ അത് പ്രത്യേകിച്ച് ജയശങ്കർ പറഞ്ഞതുപോലെ ഈ ഒരു സൈനിക ബറ്റാലിയനിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഓഫീസറാണ്, രണ്ടാമത്തെ കമാൻഡിംഗ് ഓഫീസർ, കേണൽ കഴിഞ്ഞ രണ്ടാമത്തെ കമാൻഡിംഗ് ഓഫീസർ ആയതുകൊണ്ട് കൂടിയാണ് മോഹൻലാൽ നമ്മുടെ പ്രിയ ലാലേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന, അതിനോടൊപ്പം തന്നെ നമ്മൾ ബഹുമാനിക്കുകയും വേണ്ട ഒരു ഔദ്യോഗിക പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബഹുമാനമില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെ ബഹുമാനിക്കുന്ന, ആദരവ് നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഒരു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നൽകിയ ഒരു എന്താണ് ബഹുമതി അല്ല ലഫ്റ്റനന്റ് കേണൽ. UPA സർക്കാർ, അതായത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് പ്രതിരോധ മന്ത്രിയാണോ ഇത് നൽകേണ്ടത്, അത് AK ആന്റണി ആയിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന ഒരു പദവിയാണിത്. മേജർ രവി വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിൽ കൂടുതൽ പട്ടാള വേഷങ്ങൾ അഭിനയിച്ചു തന്നെയാണ്. അതിനാൽ സംവിധായകൻ അദ്ദേഹത്തിനൊരു ഈ പാർട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ആ ഒരു നടൻ അഭിനയിച്ച് ഫലിപ്പിച്ച, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കളെ അടക്കം സേനയിലേക്ക് ചേരാൻ വേണ്ടി പ്രചോദനം നൽകിയ സിനിമകൾ അദ്ദേഹം മുഖ്യ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും. എന്തായാലും മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹം നടൻ എന്നതിലുപരി, മലയാളികൾക്ക് പ്രിയപ്പെട്ട നടൻ എന്നതിലുപരി നമ്മുടെ രാജ്യത്തിന് ഒരു ഔദ്യോഗിക സ്ഥാനമുള്ള ഒരു സൈനിക ബഹുമതിയുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസറാണ്, ഒരു കമാൻഡിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തിന് യൂണിഫോം ഇട്ട് തന്നെ അവിടെ പോകേണ്ട കടമയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഫ്റ്റനന്റ് കേണൽ പദവി എന്ന് പറയുന്നത് ഒരു പട്ടി ഷോ കാണിക്കാൻ ആരും കൊടുത്തതല്ല. എന്തായാലും ലഫ്റ്റനന്റ് കേണൽ പദവി എന്നുള്ളത് മോഹൻലാലിന് നമ്മുടെ രാജ്യം നൽകിയ ഒരു അംഗീകാരമാണ്, ആദരവാണ്. യുവാക്കളെ സൈന്യത്തിലോട്ട് ആകർഷിക്കാനും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു വെച്ച കുറേ സിനിമകൾ, പട്ടാളവുമായി ബന്ധപ്പെട്ട, പട്ടാള ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സിനിമകളുണ്ട്. അതെല്ലാം വളരെ കഠിന പ്രയത്നം, കാലാപ്പാനി വരെ നമുക്ക് ഓർത്തെടുക്കാം. കഠിനമായ പ്രയത്നങ്ങളിലൂടെ വച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. പട്ടാളക്കാരുടെ ജീവിതത്തിന് വേണ്ടിയൊക്കെ ഇടപെട്ട പല സംഭവങ്ങളുണ്ട്. അതൊന്നും പുറത്ത് പറയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രചാരണം ലഭിക്കാത്തത് കൊണ്ടോ അറിയാതെ പോകുന്നതാണ് പലരും. അതിൽ നിന്ന് നമ്മുടെ രാജ്യം 2009 നൽകിയ ഒരു ബഹുമതിയാണ്, അല്ലെങ്കിൽ ഒരു അംഗീകാരമാണ് ഈ ലഫ്റ്റനന്റ് കേണൽ പദവിയോടുള്ളത്. അതുപോലെ നിരവധി പേർക്ക് നൽകിയിട്ടുണ്ട്. ഇതുപോലത്തെ കലാകാരന്മാർക്ക്, സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാലേട്ടൻ ഇന്ന് നമ്മുടെ ഹീറോയെ പോലെ ഒരു സൈനിക വേഷത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് വയനാടിന്റെ ദുരന്ത മേഖലയിലേക്ക് എത്തി എന്ന് ചോദിക്കുന്നവർക്ക് ഇങ്ങനത്തുള്ള കമന്റ് ബോക്സിൽ നിറയെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. സത്യം.